ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മഴയൊക്കെ ആയിട്ട് എങ്ങനെ പോകുന്നു? ഇവിടെ നമ്മുടെ ഈ ഒരു ഏരിയയിൽ നല്ല മഴയാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് സ്കൂളും കാര്യങ്ങളൊക്കെ ഇപ്പം 2-3 ദിവസമായിട്ട് മുടക്കാണല്ലോ, മഴയല്ലേ. ഇപ്പം എന്താ കാലത്ത് തന്നെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പം ഓപ്പൺ കിച്ചണിലാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്യണത് കാര്യങ്ങളൊക്കെ. അപ്പുറത്തെ കിച്ചണിൽ വർക്ക് ഏരിയയിൽ പണി നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ച് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ പൊളിച്ചിട്ടേക്കുന്നതാണ്. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീലാണ്. അപ്പം സ്റ്റീലിലാണ് കൗണ്ടർ ടോപ്പൊക്കെ ചെയ്തേക്കണത്. അപ്പം അത് ഭയങ്കരമായിട്ട് അന്ന് വീട് താമസത്തിൻ്റെ ടൈമിൽ ചെയ്തതാണ്. പക്ഷെ അത് നമുക്ക് കറക്റ്റായിട്ട് നല്ല അറിയണവരറിഞ്ഞില്ല ചെയ്ത് തന്നത്. അപ്പം അതാകെ തുരുമ്പൊക്കെ പിടിച്ച് നാശമായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒക്കെ കൂടെ പൊളിച്ച് മാറ്റി വേറെ ടൈലിടാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പൊളിച്ചതാണ്. പക്ഷെ ടൈൽ പണിക്കാരാരെയും കിട്ടാനില്ല. അപ്പം അതങ്ങനെ കിടക്കണേണ്. ഇനിയിപ്പം മിക്കാൻ്റെ ഒഴിവനുസരിച്ച് വേണം അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതുവരെ തൽക്കാലം നമ്മൾ ഓപ്പൺ കിച്ചണിൽ തന്നെയാണ് എല്ലാം കുക്ക് ചെയ്യണതും കാര്യങ്ങളൊക്കെ. ഇത് നമുക്ക് ഈ ഒരു കിച്ചൺ എന്ന് പറയുന്നത് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ എന്താ പറയുക, സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. സൗകര്യം കുറവാണ്. ചെറിയ കൗണ്ടർ ടോപ്പൊക്കെയാണ്. അപ്പോൾ നമുക്ക് സാധനങ്ങൾ വെക്കാനും ഒക്കെ സ്ഥലം കുറവാണേ. അപ്പം തൽക്കാലം നമ്മൾ ഇപ്പം ഇവിടെ കുക്ക് ചെയ്യണമെന്ന് മാത്രം. ഇപ്പം എന്താ, നമുക്ക് കാലത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഡ്ഡലിയാണ്. മാവൊക്കെ ഞാൻ തലേ ദിവസം തന്നെ അരച്ച് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. നന്നായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ, നമുക്കത് ഇഡ്ഡലി തട്ടിലോട്ട് ഒഴിച്ച് കൊടുക്കാം. കാലത്ത് നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം, നിൽക്കാനോ ഡോക്ടറെ കാണിക്കാനുണ്ട്. അപ്പം കാലത്ത് തന്നെ പണികളൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പം ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ സൈറ്റിലൊക്കെ ഒന്ന് പോയിട്ട് വേണം വരാനായിട്ട് കേട്ടോ. അപ്പം ഞാൻ കാലത്ത് തന്നെ പണികളൊക്കെ തീർക്കാനുള്ള തിരക്കിലാണ്. വീഡിയോ എടുക്കണോ വേണ്ടിയെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കണമായിരുന്നു. പിന്നെ വിചാരിച്ചു എന്തായാലും അങ്ങ് എടുത്തേക്കാം. ഇനിയിപ്പം നമ്മൾ പിന്നെ എടുക്കാമെന്നിങ്ങനെ വിചാരിച്ചെന്ന് അങ്ങനെ നിൽക്കലുണ്ടാവുള്ളൂ. അപ്പം ഞാൻ കരുതിയുണ്ടില്ല അവിടെ നേരം വൈകുവാണെങ്കിൽ വൈകട്ടെ, നമുക്ക് എന്തായാലും ഷൂട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പണി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ് കേട്ടോ. കറിയായിട്ട് നമ്മൾ ചട്നിയാണ് ഉണ്ടാക്കണത്. നമുക്ക് തേങ്ങയൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ചിരകിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഫ്രീസറിൽ ഒരു ചെപ്പിലാക്കി ഞാനിട്ടും അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2-3 ദിവസം ഉപയോഗിക്കാനുള്ളത് ഉണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ ആക്കി വെച്ചേക്കണായിരുന്നു. അതിൽ നിന്നാണ് എടുത്തിട്ട് നമ്മളിപ്പം ചട്നി ആക്കുന്നത് കേട്ടോ. ഒരു 2 സവാളയിൽ ഒരു 1.5 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. സവാള കൂടുതൽ ഇടുമ്പോൾ നമുക്ക് ആ ഒരു ഉള്ളിയുടെ ടേസ്റ്റ് വരുമ്പോൾ ചട്നിക്ക് ടേസ്റ്റ് കൂടും. അപ്പം 2 പച്ചമുളകും വേപ്പില ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ആ ഒരു ഫ്ലേവർ വന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം അതൊക്കെ അരച്ച് ഞാൻ ചട്നിയൊക്കെ ആക്കിയിട്ടുണ്ട്. മക്കൾക്ക് കൊടുക്കുവാണ് കേട്ടോ. അവർ കാലത്ത് തന്നെ എനിക്ക് വന്നിരുന്ന് വിശക്കണ ഉമ്മി എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ചട്നിയൊക്കെ ഒഴിച്ച് മോൾക്കും കൊടുക്കുവാണ് കേട്ടോ. പിന്നെന്താ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ? ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് ഇപ്പോഴാണ്. വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എനിക്ക് നല്ല ചുമയൊക്കെയാണ്. അത് കാരണം സൗണ്ട് ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. സൗണ്ട് ഇങ്ങനെ പോയിരിക്കണ കാരണം കൊണ്ടേ. അപ്പം അങ്ങനെ മോനക്ക് ഞാൻ അപ്പം കൊണ്ട് കൊടുത്തപ്പോൾ ആൾക്ക് ഇഡ്ഡലി ദോശ എന്നൊക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൊതുവെ ഭക്ഷണം കഴിക്കൽ ആൾ കുറവാണ്. ചോറ് പിന്നെ പറയേ വേണ്ട, ഒട്ടും കഴിക്കില്ല. ഇഡ്ഡലി എന്നൊക്കെ പറയുമ്പോൾ ആൾക്ക് ഭയങ്കര കാര്യമാണ്. മോൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കാലത്ത് തന്നെ അവൾക്ക് നല്ല വാശി പുറത്താണ്. കഴിക്കാൻ കൂട്ടാക്കണുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയപ്പോൾ അത് കഴിച്ചു കിട്ടാം. പിന്നെന്താ, ഉറക്കത്തിൽ നിന്ന് എനിക്ക് ആൾ നൈറ്റിൽ പണി ഉണ്ടായിരുന്നു സൈറ്റിൽ. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് കിടന്നപ്പം വൈകിട്ടോ. എന്നിട്ട് ഇപ്പോൾ എണീറ്റിട്ടുള്ളൂ. എൻ്റെ പാടെ തന്നെ ഒരു മിസ് കോൾ കുറേ ഉണ്ടാവും ആളെ ഫോണിൽ. ഇങ്ങനെ സൈറ്റിലെ പണിക്കാരും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചിട്ടേ. അപ്പോൾ അവരായിട്ടൊക്കെ ഒന്ന് വിളിച്ച് സംസാരിക്കണമായിരുന്നു. അത് കഴിഞ്ഞത് കുളിച്ച് റെഡിയായി ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണേ. പോകുന്ന വഴിയിൽ ഉമ്മ കാലത്തും തന്നെ ചീട്ടെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കാണിക്കണത്. അപ്പം ആൾ ടൈമായപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം റെഡിയായി ഇറങ്ങിയാണ് കേട്ടോ. അപ്പം പോകുന്ന വഴിയിൽ ഇക്കാക്ക് മോരും വെള്ളം വേണമെന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ സംഭാരം കുടിക്കാനായിട്ട് ഒരു കടേൻ്റെ അവിടെ നിർത്തിയിരുന്നു. ഞങ്ങൾ ഒരു തവണ ഇവിടെ നിന്ന് കുടിച്ചിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടമായിട്ട്.
പക്ഷെ മക്കൾക്കാർക്കും ഇഷ്ടമല്ല കേട്ടോ, ഇതിനൊരു എരിവും പുളിയൊക്കെ ആണല്ലോ. മോനെന്നാലും ഒന്ന് നിർബന്ധിച്ച് കുടിപ്പിച്ച് നോക്കിയതാണ് കേട്ടോ. അവൻ്റെ ഭാവങ്ങളാണ് കാണുന്നത്. പുളിച്ചട്ടെ. മോൾക്ക് പിന്നെ ഒട്ടും കഴിക്കാൻ പറ്റില്ല, അവൾക്ക് എരിവ് ഒട്ടും പറ്റത്തില്ല. എരിവ് കഴിക്കാത്ത കൂട്ടത്തിലുള്ളവരാണൊക്കെ. പിന്നെ ഇത്തിരി എരിവ് കഴിക്കുന്നത് ഞാനാണ്. അപ്പം എന്താ, ഞങ്ങളതൊക്കെ കുടിച്ച് നേരെ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടാണ്. ഇക്കാനെ ഡോക്ടറെ കാണിച്ചിട്ട് കാറൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ടായിരുന്നു. ചെറിയൊരു പണി ഉണ്ടായിരുന്നു കാറിന്. അപ്പോൾ അതൊക്കെ ആക്കാൻ വേണ്ടി ആൾ പോയായിരുന്നേ. അപ്പം ഞാൻ ഇവിടെ മോളെയും കൂടെ ഒന്ന് ഡോക്ടറെ കാണിക്കാനുണ്ടായി. അപ്പോൾ അതൊക്കെ കാണിച്ചതാ. ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് ഹോസ്പിറ്റലിൽ അകത്തായിട്ട്. പീഡിയാട്രിക് സെക്ഷനിൽ ഒരു നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം മക്കൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ കളിക്കലാണ്. അപ്പം എന്താ, മോള് കണ്ട പാടെ തന്നെ ഊഞ്ഞാൽ കണ്ട പാടെ അതിൻ്റെ അകത്ത് കയറിയിരുന്ന് ആടലായി. പിന്നെ ഇറങ്ങാനേ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഉമ്മ പിന്നെ ഇന്ന് നാട്ടിയൊക്കെ കൊടുക്കുന്നുണ്ട്. ആൾക്കപ്പോൾ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഇറങ്ങാതിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യവും ഇതിൻ്റെ അകത്തൊരു ക്യാൻറ്റീൻ ഉണ്ട്. അപ്പം അവിടെ കയറി കഴിഞ്ഞിട്ടും ചായ കുടിക്കൽ പതിവാണ്. ചായ കുടിക്കാൻ വേണ്ടിയിട്ടല്ല, ആക്ച്വലി അവിടുത്തെ സ്പെഷ്യലായിട്ടൊരു സംഭവം ഉണ്ട്, അത് കഴിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും വരലുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും കയറും. അവിടുത്തെ റൊട്ടി അടിപൊളിയാണ്. അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വരാറ്. ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പം തന്നെ നേരം ഒരുപാടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കത്തെ ചോറ് അവിടെ നിന്ന് കഴിച്ചിട്ട് ഊണൊക്കെ കഴിച്ച് പോവാമെന്ന് കരുതി. അപ്പം എന്താ, കഴിക്കാനും വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നേ. ഇത് നല്ല രസമുണ്ടല്ലോ ഈ പൂവ് കാണാൻ. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ഒരു യൂഫോർബിയ എന്തോ പേരെന്നുണ്ട് ചെടീൻ്റെ പേര്. അപ്പം എന്താ, നമ്മുടെ ക്യാൻറ്റീൻ ഇതാണ് കേട്ടോ. ഇവിടുത്തെ സ്റ്റാഫുകളായാലും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ചേച്ചിമാരാണ് പോണത്. നമ്മളായിട്ട് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ നല്ല കോമഡിയാണ്. അവരുടെ സംസാരമൊക്കെ നല്ല രസമാണ് കേൾക്കാനായിട്ട്. അപ്പം എന്താ, ഇവിടത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലയിലാണ് കേട്ടോ നമുക്ക് ഊണും കാര്യങ്ങളൊക്കെ. 60 രൂപേൻ്റെ ഊണാണ് കേട്ടോ. പക്ഷെ സംഭവം അടിപൊളിയാണ്. നല്ല കറികളും 2-3 കറികളുണ്ടാവുള്ളൂ, പക്ഷേ അടിപൊളിയായിരിക്കും. കറികളൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മൾ പാർസലായിട്ട് മേടിക്കുകയാണെങ്കിൽ തന്നെ അവർ ഇലയിൽ തന്നെ പൊതിഞ്ഞു കഴിഞ്ഞിട്ടും നമുക്ക് പൊതിച്ചോറായിട്ട് അങ്ങനെ തരലാണ് കേട്ടോ. അപ്പം എന്താ, ഇന്ന് നമുക്ക് കാബേജ് തോരനാണ് കേട്ടോ ഉള്ളത് ഇവിടെ. പിന്നെ പാവയ്ക്ക കറിയാണത്. പിന്നെ സാമ്പാറുണ്ടാവും, പിന്നെ നമ്മുടെ മീൻചാറുണ്ടാവും കേട്ടോ. ഞാൻ സാമ്പാറാണ് വാങ്ങിച്ചത്, ഉമ്മ അത് തന്നെ വാങ്ങിച്ചു. അപ്പം മോള് ചോറ് കഴിക്കാനേ മടിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോസിലൊക്കെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. വീഡിയോസൊക്കെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ഒരുപാട് പേരുണ്ടെന്ന് അറിയാം, എന്നാലും അവരൊന്ന് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പം എന്താ, ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ, ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാവേ.